ചങ്ങായിമാർ നിങ്ങളറിഞ്ഞോ, ഇന്നും സംഘികളുടെ എല്ലാമായ സംഘികളുടെ മാത്രമെല്ലാമായ ഭാരതാംബയെ ഗവർണറുടെ രാജ്ഭവനിൽ കൊണ്ടുവച്ചു. അതും സർക്കാരിന്റെ പരിപാടിക്ക്. അവിടെ എത്തിയ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു, എടുത്തു കൊണ്ടുപോടെ നിങ്ങൾ സംഘികളുടെ ഭാരതാംബയെ, അനക്കിങ്ങളെ പരിപാടിക്ക് നിൽക്കാൻ കഴിയില്ല, എടുത്ത് കൊണ്ടുപോന്നതിനെ കൊണ്ടുപോടുന്ന മറ്റ് നല്ല ആൺകുട്ടിയെ 2 വർത്താനും മറ്റും ഇറങ്ങി വന്ന്. ഞാൻ ആദ്യമേ പറയട്ടെ, സംഘികൾക്കെതിരെ സംസാരിക്കുന്നത് ആരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ശരി, എനിക്ക് ഒരുപാട് സ്നേഹമാണ് അവരെ, ഒരുപാട് ഞാൻ സ്നേഹിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ, ആ വാർത്ത വാങ്ങിക്കാനുള്ള നിയോഗം റിപ്പോർട്ടർ ചാനല് നമ്മുടെ സുജയ പാർവതിക്ക്, സംഘിണി പക്കാ സംഘിണിയായ സുജയ പാർവതിക്ക് തന്നെ കൊടുത്തു. സുജയ പാർവതി വളരെ സങ്കടത്തോടുകൂടി ആ വാർത്ത വായിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സുഹൃത്തുക്കളെ. വാ. ഇവിടെ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ച ഗവർണറോടുള്ള പ്രതിഷേധം ഗവർണറിക്കുന്ന വേദിയിൽ രാജ്ഭവനിൽ പോയി പ്രകടിപ്പിച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. നമുക്ക് ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കാം. എത്ര സങ്കടത്തോടുകൂടിയാണ് എന്റെ സംഘടിച്ചിട്ട് സുജിയ പാർവതി ആ വാർത്ത പറയുന്നത്. നിങ്ങളും നിങ്ങളെ സംഘികളും ഈ ഭാരതാംബേനെയും കൊണ്ട് ഏറില്ലാന്ന്, നിങ്ങളെ സംഘികളുടെ ഭാരതാംബേനെ എടുത്ത് ഏറി പോയിട്ടേ ഉള്ളേ. നമുക്കെന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞൊന്ന് കേട്ടു നോക്കിയാലോ. വാ. രാജ്ഭവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും സംഘടനയുടെയോ ഒരു ആസ്ഥാനമാക്കാൻ വേണ്ടി കഴിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പടം, ഒരു ചിത്രം ഇവിടെ കാണുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രമോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമോ അവിടെ വച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലാകുമായിരുന്നു. ഇത് അതിന് ഘടകവിരുദ്ധമായി ഒരു ചിത്രം വച്ചിരിക്കുന്നു. അത് എന്തിന്റെ ചിത്രമാണ്, ആരുടെ ചിത്രമാണ്, എന്തിനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു ചിത്രം, ഏതോ ഒരു സ്ത്രീ ഒരു കാവി കൊടിയും പിടിച്ചിട്ട് അത് ഭാരതത്തിന്റെ അമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. നിങ്ങൾ സംഘികൾ നിങ്ങളെ അമ്മയെന്ന് പറഞ്ഞു, നിങ്ങളെ പരിപാടി കൊണ്ടച്ചോ, നിങ്ങളെ വീട്ടിൽ കൊണ്ടച്ചോ ഒരു കുഴപ്പമില്ല. നിങ്ങൾ സർക്കാരിന്റെ പരിപാടി കൊണ്ടച്ചില്ല, ആ കാവിക്കൊടി പിടിച്ചത് ഭാരതത്തിന്റെ അമ്മയെന്ന് നമ്മൾ സഹിക്കൂല, നമ്മൾ സമ്മതിക്കൂല. ആ സ്ത്രീ ഇന്ത്യന്റെ കൊടിയാ പിടിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ സമ്മതിക്കും, അത് ഭാരത അമ്മയാണ്. നിങ്ങൾ എന്തായാലും ഇന്ത്യന്റെ കൊടി നിങ്ങൾക്ക് ഇഷ്ടമല്ല സംഘികളെ, അതുകൊണ്ട് നിങ്ങളെ കാവിക്കൊടി മാത്രമേ പിടിപ്പിക്കുന്നറിയാം. ഇന്ത്യന്റെ കൊടി കാണുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരും. ആ കൊടി മാറ്റിയിട്ട് ഈ കാവിക്കൊടി ഇന്ത്യയിൽ മൊത്തം കേട്ടാൽ നിങ്ങളെ പരിപാടി കേരളത്തിൽ എന്തായാലും നമ്മൾ നടത്താൻ ചങ്കികളെ വിടൂല. കാരണം ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യൻ പൗരനും അത് സമ്മതിക്കാൻ പറ്റൂല. സംഘികളെ, നിങ്ങൾക്ക് ആത്മാഭിമാനം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പല കുരുപൊട്ടിയ പല ഉഡ്ഡായിപ്പ് പരിപാടി നടത്തുന്നത് നമുക്കറിയാം. നമുക്കിതിന്റെ ബാക്കിയുള്ള ന്യൂസും കൂടി ഒന്ന് കേട്ടുവോക്കല്ലോ. ബാ. പരിപാടിയുടെ തുടക്കത്തിലുള്ള ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും അതിനു മുമ്പിൽ വിളക്ക് കൊളുത്തുന്നതുമായ പരിപാടി കഴിഞ്ഞിരുന്നു. ആ സെഷൻ കഴിഞ്ഞു. അതിനുശേഷം പരിപാടി കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രി അവിടെ എത്തുന്നതും അദ്ദേഹം ഇത് കാണുന്നതും. സ്വാഭാവികമായും പുഷ്പാർച്ചന നടത്തിയാലും വിളക്ക് കൊളുത്തിയാലും അതിനുശേഷം അത് ആ പരിപാടി കഴിയുന്നത് വരെ ആ ഭാരതാംബയുടെ ചിത്രം അതിന് തൊട്ടപ്പുറത്തെ ആ കസേരയിൽ രാജ്ഭവനിൽ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ആ പരിപാടി കഴിയുമ്പോഴാണ് അവിടെ നിന്ന് മാറ്റുന്നത്. അപ്പോൾ അതിലുള്ള പുഷ്പാർച്ചനയും വിളക്ക് കൊടുത്തലും കഴിഞ്ഞെങ്കിൽ പോലും വേദിയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ വി ശിവൻകുട്ടിക്ക് ഈ ചിത്രം കാണാം. ആ ചിത്രം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അതിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഉള്ള ശ്രമം നടത്തി. അദ്ദേഹത്തിന്റെ ഊഴമെത്തി നേരെ സംസാരിക്കാൻ പോയ സമയത്താണ് അതിലുള്ള എതിർപ്പ് പറഞ്ഞത്. മൈക്കിലൂടെ തന്നെയാണ് എതിർപ്പ് പറഞ്ഞത്. ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് പറഞ്ഞു, ഭരണഘടനയാണ് രാജ്യത്ത് പ്രധാനമെന്ന് പറഞ്ഞു. ആ തരത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിന് ശേഷം ഞാൻ അതുകൊണ്ട് RSS കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയ ഒരു പരിപാടിയിൽ, നിലവിളക്ക് കൊടുത്തിയ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല, എന്റെ ബഹിഷ്കരണം അറിയിക്കുകയാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ട് അവിടെ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ സംഖ്യകളെ. നിങ്ങൾ ഇങ്ങനെ നാറിക്കൊണ്ടിരുന്നു. നിങ്ങളുണ്ടല്ലോ, സത്യമായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നലുണ്ട് നിങ്ങളെ സംഖ്യയുടെ ഭാരതാംബയിൽ എന്തോ ഒരു കുറവുണ്ടോന്ന്. നിങ്ങൾ ഇങ്ങനെ ഒളിപ്പിച്ച് കടത്താൻ നിൽക്കുന്നു. നിങ്ങൾ ഇന്നലെയല്ലേ പറഞ്ഞ് നമ്മൾ ഭാരതാംബിനി നിലവിളക്കുന്നിനി വെക്കാൻ പോകുന്നില്ല ഗവർണർ പരിപാടിക്കുന്നു, രാജ്ഭവനിലെ പരിപാടിക്കും. എന്നിട്ട് നിങ്ങൾ ഇത് ഒളിപ്പിച്ച് കടത്തണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു തോന്നലുണ്ട് ഇതെന്തോ ഒരു കുറവുണ്ട്. ഇത് ഭാരതാംബയല്ല, ഇത് നിങ്ങൾ സംഖ്യയുടെ മാത്രം അമ്മയാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഭാരതാംബയാണ് നിങ്ങൾ ആത്മാഭിമാനത്തോടുകൂടി ഇന്ത്യന്റെ കൊടിയും പിടിച്ച് അവിടെ വെക്കുന്നത്. നിങ്ങൾക്ക് അതിന് ധൈര്യമില്ല. പക്ഷെ നിങ്ങളത് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളെ ഭാരതാംബ, നിങ്ങളെ കാവി കൊടിയും പിടിച്ച ഭാരതാംബനെ ആടെങ്കിലും കൊണ്ടുപോയി വെക്കണം. അവസാനം എന്താ, നിങ്ങൾ സംഖ്യകൾ മൊത്തം ഉമ്പായി കൊച്ചാണ്ടി ആയില്ലേ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ശരിയായ പരിപാടി. നമ്മളെ സംഖ്യകളുണ്ടല്ലോ, കുറെയാണ് ഇസ്രായേലിലേക്ക് പോയിന്. ഇത് ഇസ്രായേൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിട്ട് ഇവര് സംഖ്യകൾ പോയി കഴിഞ്ഞാൽ ഇറാൻ മുട്ടുകുത്തുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇസ്രായേലാണെന്നൊക്കെ തകർന്നു നിൽക്കുന്നു. അമേരിക്ക സഹായിച്ചാലും രക്ഷപ്പെടില്ല എന്ന് അറിയുന്ന ഇസ്രായേൽ നേരെ കിട്ടുന്ന സംഖ്യകളെ വിളിച്ച് സുമേഷ് കാവിപ്പടയും ടീമും മൊത്തമായിട്ട് അങ്ങ് വിട്ടു. ബാക്കിയുള്ള കുറച്ച് കാവിപ്പട ടീമിന്റെ പ്രതിഷേധം, ഇവര് സംഖ്യയുടെ ഭാരതാംബനെ അപമാനിച്ചെന്നും മറ്റും നടത്തുന്ന നിങ്ങളുടെ പ്രതിഷേധങ്ങൾ കണ്ട ഞെട്ടിപ്പോവും.
നിങ്ങൾ എന്തിനാണ് ഇറങ്ങാൻ വേണ്ടി നിങ്ങളെ ഭാരതാമ്പനെ അവിടെ കൊണ്ടുപോയി വെച്ചിനി? നിങ്ങളെ കൂട്ടത്തിൽ തന്നെ എടുത്തിട്ട് പോയിട്ട് നിങ്ങളെ വീട്ടിൽ വെച്ചാൽ പോരെ? നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഓരോ കാവിക്കൊടിയും പിടിച്ച ഭാരതാമ്പനെ എടുത്ത് കൊണ്ടുവന്നോണ്ടല്ലേ നിങ്ങൾ ഭാരതാമ്പനെ എടുത്തിട്ട് ഇറങ്ങേണ്ടി വരുന്നത്? നിങ്ങളെ ചങ്കികളെ ഭാരതാമ്പനെ എടുത്തിട്ട് കുറച്ചെങ്കിൽ ഉളുപ്പുണ്ടാടാ. ഇനിയെങ്കിൽ നിർത്ത്. നിങ്ങൾക്ക് തന്നെ എന്തോ വലിയ തെറ്റാന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ തന്നെ എന്താടാ ഒളിച്ചു കടത്താൻ നോക്കുന്ന ചാണക സംഘികളെ. അപ്പൊ പിന്നെ ഈ കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും കൂടി സുലാൻ.